ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ലൈവ് ട്രേഡിംഗ് വീഡിയോ ചെയ്തിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ട്രേഡ് എടുക്കാത്തത് കൊണ്ടൊന്നല്ല. ട്രേഡ് എടുക്കാറുണ്ട്, പക്ഷേ ട്രേഡ് എടുക്കുന്നതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവായിരുന്നു. ഞാൻ എല്ലാ ആഴ്ചയും ട്രേഡ് എടുക്കണം അല്ലെങ്കിൽ എല്ലാ ദിവസവും ട്രേഡ് എടുക്കണം, ആ ഒരു രീതിയിൽ ഞാൻ ട്രേഡ്സ് എടുക്കാറില്ല. മാത്രമല്ല, മാർക്കറ്റ് അത്ര നല്ല ഒരു രീതിയിലല്ല മാർക്കറ്റ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം കുറവായിരുന്നു. എന്നിരുന്നാലും ഒന്ന് രണ്ട് ട്രേഡുകളെല്ലാം ഞാൻ മുമ്പ് എടുത്തിരുന്നു. പക്ഷേ അതെല്ലാം എന്തുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ട്രേഡുകളൊന്നും തന്നെ കൃത്യമായിട്ട് ടാർഗറ്റും കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്ന അല്ലെങ്കിൽ ഹിറ്റായ ട്രേഡുകളായിരുന്നില്ല. അത് ഇടയിൽ എനിക്ക് എൻട്രി പ്രൈസിൽ തന്നെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടാർഗറ്റ് എത്തുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പൂർണ്ണമാവാത്ത കുറച്ച് ട്രേഡുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഷെയർ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഉപയോഗം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാതിരുന്നത്. ആൻഡ് ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷം ഞാനിപ്പോൾ ലൈവ് ട്രേഡിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്ന ട്രേഡ് എന്ന് പറയുന്നത്, അതൊരു പ്രോഫിറ്റ് അടിക്കുന്ന ട്രേഡ് തന്നെ ഷെയർ ചെയ്തുകൊണ്ട് തിരിച്ച് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതൊരു ലോസ് വന്നിട്ടുള്ള ഒരു ട്രേഡായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരപ്പെടാനായിട്ട് സാധ്യതയുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കേൾക്കുക, നമ്മുടെ ലൈവ് ട്രേഡിങ്ങിൽ തന്നെ പല വീഡിയോസിലും ഞാൻ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 2% മാത്രമേ ലോസ് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചില സമയത്ത് ഒരു $400 വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ $500 വെച്ചുകൊണ്ടോ ഞാൻ ട്രേഡ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാൽക്കുലേഷൻ? നമുക്ക് ഇത്ര ഡോളർ വെച്ച് ട്രേഡ് ചെയ്താലാണ് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിന് 2% മാത്രം ലോസ് വരുള്ളൂ. ആ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ പൊസിഷൻ സൈസിങ് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യുന്നതെന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ട്രേഡ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓരോ ട്രേഡിലും എത്ര ക്വാണ്ടിറ്റി നമ്മളൊരു പൊസിഷൻ എടുക്കണം, എത്ര ക്വാണ്ടിറ്റി പൊസിഷൻ എടുത്താലാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അധികം സമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ICPയുടെ ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്, ബൈബിറ്റിലൊരു ചാർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ തന്നെ പറയാം. ഒരു 12 hour ടൈം ഫ്രെയിമിൽ നിന്നാണ് ഞാൻ ഈ ഒരു അനാലിസിസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ ഈ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ലെവൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നും ഒരുപാട് തവണ ഈ ഒരു ലെവൽ സപ്പോർട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നും നമുക്ക് 12 hour ടൈം ഫ്രെയിമിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടിയപ്പോൾ ഞാനൊരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി. ആൻഡ് ചെറിയ ടൈം ഫ്രെയിമിൽ ഇവിടെ ഞാൻ കുറച്ച് ട്രെൻഡ് ലൈൻസും കാര്യങ്ങളെല്ലാം വരച്ച് ജസ്റ്റ് ഒരു അനാലിസിസ് നടത്തിയതാണ്. ഈ രീതിയിലൊരു ട്രെൻഡ് ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ആൻഡ് ഇവിടെ ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിന് പുറത്തേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിതൊരു വേണമെങ്കിൽ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്നോ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്കതൊരു ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം, ലോങ് പൊസിഷൻ എടുക്കണോ ഷോർട്ട് പൊസിഷൻ എടുക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാനൊരു ലോങ് പൊസിഷൻ എടുക്കാൻ പോകുന്നത്. ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് പോകുന്നത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഞാൻ ഇതിന് താഴെയായിട്ടാണ് ഈ ഒരു ലെവലിന് താഴെയായിട്ടാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ഏകദേശം ഈ ഒരു ലെവലിന് താഴെയായിട്ട്, അതായത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു ഹൈക്ക് താഴെയായിട്ട് ഞാൻ എൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.8 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ എങ്ങനെയാണ് നമ്മുടെ പൊസിഷൻ സൈസിങ് ചെയ്യേണ്ടത്? ഞാൻ സാധാരണ നമ്മുടെ വീഡിയോയിൽ ഇത്ര ഡോളർ വെച്ചിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ദിവസം മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാൽക്കുലേഷനാണ് ചെയ്യാറുള്ളത്. പക്ഷേ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും, കണക്ക് ഒട്ടും അറിയാത്ത ആളുകൾക്ക് പോലും ഈസി ആയിട്ട് നമുക്ക് പൊസിഷൻ സൈസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ വരുന്നത് $1262. ഓക്കെ, അപ്പോൾ $1262 2% എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു $25 ആയിരിക്കും വരിക. അപ്പോൾ ഈ ഒരു ട്രേഡ് ലോസ് ആയാലും നമ്മൾ ആകെ വരുത്താൻ പാടുള്ള നഷ്ടം എന്ന് പറയുന്നത് $25 ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എത്ര ഡോളർ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ട്രേഡ് $25, ഈ ഒരു ട്രേഡ് ലോസ് ആയാലും $25 മാത്രം ലോസ് ആവുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ICP സെലക്ട് ചെയ്യുന്നുണ്ട്. ബൈബിറ്റിൽ പോയിട്ട് ഞാൻ ICP ടോക്കൺ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ICPയിലാണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ടത്. ആൻഡ് ഞാനൊരു 10x ലിവറേജിൽ തന്നെ ഞാൻ ട്രേഡ്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കണം, എത്ര ക്വാണ്ടിറ്റി വാങ്ങിയാലാണ് നമുക്ക് ഇത് ലോസ് ആയാലും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു $25 മാത്രം ലോസ് വരിക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ക്രിപ്റ്റോ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ ഒരുപാട് ലിങ്ക്സ് കാണാനായിട്ട് പറ്റും. അതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ തൽക്കാലത്തേക്ക് ഫസ്റ്റ് ലിങ്ക് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരാം. ഇവിടെ അക്കൗണ്ട് ബാലൻസ് എത്രയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റർ കൊടുക്കുക. 1262 ആണ് നമ്മുടെ അക്കൗണ്ട് ബാലൻസ്. എത്രയാണ് നമ്മൾ റിസ്ക് എടുക്കാൻ പോകുന്നത്? 2% മാത്രമേ നമ്മൾ റിസ്ക് എടുക്കുന്നുള്ളൂ.
ആൻഡ് നമ്മുടെ എൻട്രി പ്രൈസും സ്റ്റോപ്പ് ലോസ് പ്രൈസും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എൻട്രി പ്രൈസ് കിട്ടും 4.101 നമ്മുടെ എൻട്രി പ്രൈസ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത് 3.982 അപ്പോൾ അതും നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങണം, 209.02 ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടെ ഒരു പൊസിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരും. അപ്പോൾ ജസ്റ്റ് അത് കോപ്പി ചെയ്യുക, ഇവിടെ ക്വാണ്ടിറ്റിയിൽ വന്നിട്ട് അത് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ. ആൻഡ് നമുക്ക് നമ്മുടെ ഓർഡർ പ്രൈസും കൂടെ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള അതേ ഓർഡർ പ്രൈസ് തന്നെ ഇവിടെയും കൊടുക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ടുള്ള ആ പൊസിഷൻ സൈസിങ് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു പ്രൈസിൽ തന്നെ എൻട്രി എടുക്കാം. ഞാനപ്പോൾ ജസ്റ്റ് ഈ ഒരു എൻട്രി പ്രൈസ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 218 ക്വാണ്ടിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ലിമിറ്റ് ഓർഡറാണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ക്വാണ്ടിറ്റി 218 ക്വാണ്ടിറ്റി കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ എൻട്രി പ്രൈസ് ആയിട്ടുള്ള 4.096 തന്നെ ഞാനിവിടെ എൻട്രി എടുക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഞാനിവിടെ ഓപ്പൺ ലോങ് കൊടുക്കാനായിട്ട് പോവാണ്. ഓപ്പൺ ലോങ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് $894 നമ്മുടെ ഓർഡർ കോസ്റ്റ് എന്ന് പറയുന്നത് $90 നമ്മുടെ ഓർഡർ കോസ്റ്റ് വരുന്നത്. സോ കൺഫേം കൊടുക്കുകയാണ്. ഓക്കെ. നമ്മുടെ ഓർഡർ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഓർഡർ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 4.096 USDT ആണ് നമ്മുടെ എൻട്രി പ്രൈസ്. ആൻഡ് ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ട്രേഡ് നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡ്സും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. സോ ഞാൻ ഈ ഒരു ട്രേഡ് ഷെയർ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ. ഞാനപ്പോൾ നമ്മുടെ ഈ ഒരു ട്രേഡ് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഓർഡർ ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. $89 നമ്മൾ ഈ ഒരു ഓർഡർ എടുത്തിട്ടുള്ളത്. TPR സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പോയിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് പ്രൈസും ടാർഗറ്റ് പ്രൈസും അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് നമ്മുടെ എക്സ്പെക്റ്റഡ് ലോസ് $24 നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് കറക്റ്റാണ്. നമ്മുടെ പൊസിഷൻ സെറ്റിംഗ് കറക്റ്റാണ്. ആൻഡ് ടാർഗറ്റും ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് കൺഫേം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ട്രേഡ് ഏത് രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. എൻ്റെ അതിന് മുമ്പ് ചെറിയൊരു കാര്യം, ബൈബിറ്റിൽ സൗത്ത് ഏഷ്യ ലക്കി ഡ്രോ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. 100% ചാൻസ് ഓഫ് വിന്നിങ് ആണ് ഈ ഒരു ഇവൻറ്റിലുള്ളത്. അതായത് പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ എന്തെങ്കിലുമൊക്കെ സമ്മാനം ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ. 28 ദിവസം കൂടിയുണ്ട് ഈ ഒരു ഇവൻറ്റ് എൻഡ് ആവാനായിട്ട്. അതായത് ഓഗസ്റ്റ് 4 മുതൽ സെപ്റ്റംബർ 13 വരെയാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് പ്രൈസസ് ആയിട്ടുള്ളത് 4 ഹോണ്ട മോട്ടോർ സൈക്കിൾസ് ആയിരിക്കും, 5 PlayStation 5 കൺസോൾസ് ആയിരിക്കും, 5 സോണി ഹെഡ്ഫോൺസ് ആയിരിക്കും, 2 iPhone 14 Pro Max ആയിരിക്കും, ആൻഡ് 20,000 USDT ടോക്കൺസ് ആയിരിക്കും. ഓക്കെ. ആൻഡ് ഇവിടെ നോക്കി കാണാനായിട്ട് പറ്റുന്നുണ്ട്. USDT ടോക്കൺസ് വർത്ത് $2, USDT ടോക്കൺസ് വർത്ത് $5, $10, $1,000. അതാണ് iPhone 14 Pro Max ആൻഡ് സോണി ഹെഡ്ഫോൺസ്, PlayStation 5 കൺസോൾസ്, ഹോണ്ട മോട്ടോർ സൈക്കിൾ. ഓക്കെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സ്പിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പക്ഷേ സ്പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എലിജിബിലിറ്റി അവർ പറയുന്നുണ്ട്. യൂസേഴ്സ് മസ്റ്റ് കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ലെവൽ 1 ബൈ ദ എൻഡ് ഓഫ് ദ event to claim rewards, and this event is exclusive to users residing in the South Asia region. ഓക്കെ. സൗത്ത് ഏഷ്യ റീജിയനിലുള്ള ആളുകൾക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൽ പങ്കെടുക്കാനായിട്ടുള്ള ചാൻസസ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്ക് ഫസ്റ്റ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നുണ്ട്. ടോട്ടൽ ഡെപ്പോസിറ്റ് ഒരു $100 ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ബൈബിറ്റിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ പുതിയ അക്കൗണ്ട് നമ്മുടെ റെഫർ ലിങ്ക് വെച്ചുകൊണ്ട് എടുക്കുക. ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ റെഫർ ലിങ്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആൻഡ് നിങ്ങളുടെ KYC ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ആൻഡ് അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് നിങ്ങൾ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം, ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ വന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ടൈം ഡെപ്പോസിറ്റ് ഒരു $100 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്പിൻ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടുന്നതായിരിക്കും. ആൻഡ് അടുത്ത ചാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 50K ട്രേഡിംഗ് വോളിയം ആവശ്യമാണ്. അതായത് നിങ്ങൾ അത്യാവശ്യം സാധാരണ ഫ്യൂച്ചേഴ്സ് ട്രേഡൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഒരു $50K ട്രേഡിംഗ് വോളിയം നിങ്ങൾക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു ചാൻസ് കൂടി കിട്ടുന്നതായിരിക്കും. ആൻഡ് പിന്നീട് ഈ പറയുന്ന പോലെ 200K ട്രേഡിംഗ് വോളിയം എത്തിക്കാണ്ടെങ്കിൽ അടുത്തൊരു ചാൻസ് കൂടി 500K ട്രേഡിംഗ് വോളിയം എത്തിക്കാണ്ടെങ്കിൽ അടുത്ത ചാൻസും 1 മില്യൺ ട്രേഡിംഗ് വോളിയം എത്തിക്കാണ്ടെങ്കിൽ അടുത്ത ചാൻസ് കിട്ടുമായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഓരോ ട്രേഡിംഗ് വോളിയം റീച്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് സ്പിൻ ചെയ്യാനായിട്ടുള്ള ഓരോ അവസരങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു $2 എന്തായാലും നിങ്ങൾക്ക് ഇതിൽ റിവാർഡായിട്ട് കിട്ടുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിന് ട്രേഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രേഡ് നമുക്ക് ലോസ് ആയിട്ടിരിക്കുകയാണ്. വളരെ ശക്തമായിട്ട് പെട്ടെന്ന് ഒരു ഡമ്പാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഡമ്പായിരുന്നു. വളരെ ശക്തമായിട്ടൊരു ഡമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഈ ഒരു ട്രേഡ് നമ്മൾ ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ലോസ് ആയി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത ട്രേഡ് ഓടിപ്പോയിട്ട് ഷോർട്ട് പൊസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ അടുത്ത ട്രേഡ് ഉടനെ തന്നെ ഇതിൻ്റെ ലോസ് റിക്കവർ ചെയ്യാനായിട്ടൊന്നും നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മൾ ആ ലോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് നമ്മൾ നമ്മളുടേതായിട്ടുള്ള
ആ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ആ ഒരു സ്ട്രാറ്റജി തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുള്ളൂ. നമ്മൾ വേറെ ഒന്നും തന്നെ നമുക്കറിയാത്ത വേറെ പല മെത്തേഡുകൾ നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ട്രേഡിംഗ് റൂൾസ് തെറ്റിച്ചുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. സോ അടുത്ത ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ലോസ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ട്രേഡ് അത് തീർച്ചയായിട്ടും റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു 2% മാത്രമേ ഇവിടെ ലോസ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ട്രേഡിൽ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് യൂട്യൂബ് അൽഗോരിതത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.